ഹലോ നമസ്കാരം, ജംഷീർ ഖാൻ. പുതിയൊരു മാങ്ങ, യമൻ്റെ കൽബത്തൂൾ. നല്ല കളർഫുൾ മാങ്ങയാണ്. വേണമെന്നുണ്ടെങ്കിൽ കാഴ്ചയിലൊരു കൊച്ചു മിയാസാക്കി പോലെ ഒക്കെ ഉണ്ടല്ലേ. ഓക്കെ, നമുക്കത് കഴിച്ചു നോക്കാം. ഇവിടുന്ന് യമന്ന് ബേസിക്കലി വരുന്നത് ഇവിടെ ഈ കൽബത്തൂലും പിന്നെ നമ്മുടെ ഇന്ത്യൻ മാങ്ങയുടെ ഒരു സ്മെല്ലല്ല. കൽബത്തൂലും അതുപോലെ നമ്മുടെ തൈമൂറാണ്. ലേശം ഫൈബർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് ആരാണോന്ന് അറിയില്ല, നോക്കാം. യെല്ലോ ഫ്ലഷ്. ഓക്കെ, നോക്കാം. അത്യാവശ്യം നല്ല ഫൈബർ കാണിക്കുന്നുണ്ട്. ഞാനിത് കഴിഞ്ഞ തവണ കഴിച്ചിട്ടുണ്ട്, എനിക്ക് അത്രയ്ക്കൊരു ഇതായിട്ടില്ല. അത്യാവശ്യം നല്ല ഫൈബർ ഫീൽ ചെയ്യുന്നുണ്ട്. കഴിച്ച് നോക്കാം, ഇങ്ങനെ ഫീലായിട്ട് പോവാം. അത്യാവശ്യം ഫൈബർ ഉണ്ട്, പല്ലിൻ്റെ ഇടയിലൊക്കെ കൊടുക്കുന്ന ടൈപ്പ് ഫൈബർ ഉണ്ട്. മധുരം കുറവാണ്. ഓക്കെ, ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ പൊതുവെ തായ്ലൻഡിൽ നിന്നൊക്കെ കാണുന്നത് കളർഫുൾ മാങ്ങകൾക്കൊക്കെ ഉണ്ടായിരുന്നു. ബേസിക്കലി പറയുന്നത് എന്താണ്, ചിലരൊക്കെ ടോണിക് ഫ്ലേവർ എന്നൊക്കെ പറയും. ആ ഒരു ഫ്ലേവറാണ് കിട്ടുന്നത്. നല്ല രീതിയിൽ ഫൈബർ ഉണ്ട്, നല്ല രീതിയിൽ ഫൈബർ ഉണ്ട്. വലിയ മധുരമൊന്നുമില്ല. മൂപ്പെത്താത്തതാകാൻ ചാൻസ് കുറവാണ്. കാരണം യമനിൽ നിന്നുള്ള മാങ്ങകളൊക്കെ അത്യാവശ്യം മൂപ്പെത്തിയത് തന്നെയാണ് ഇവിടെ വരാറ്. അപ്പം ഇതാണ് ഇത്. ലേശം നല്ല ജ്യൂസിയാണ്. എൻ്റെ കൈയൊക്കെ നാശമായി. ഒരു ഫ്ലഷ് ഇതാണ്, നല്ല ഫൈബർ ഉണ്ട്. ഒരു ആവറേജ്, അല്ലെങ്കിൽ ഒരു ആവറേജ് പറയാം, അത്രേ ഉള്ളൂ. കാണാൻ അതിസുന്ദരനാണ് മാങ്ങ. എഗെയിൻ നമ്മുടെ നാട്ടിൽ കായ്ക്കുമല്ലോ എന്നൊന്നും അറിയില്ല, പക്ഷെ നിർബന്ധിച്ച് വെക്കേണ്ട സാധനമൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ പോലും അത്രയ്ക്ക് അങ്ങോട്ട് പൂർവ്വം കഴിക്കേണ്ട, ഇതിനെക്കാട്ടി ഒരുപാട് നല്ല മാങ്ങകൾ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ കാഴ്ചയ്ക്ക് വളരെ സുന്ദരനാണ്. പ്രൈസും കമ്പാരിറ്റീവ്ലി ചീപ്പാണ് ഇവിടെ. മറ്റു ഇന്ത്യൻ മാങ്ങകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പാണ്. ഓക്കെ, വീണ്ടും നല്ലൊരു ഫ്രൂട്ട്സ് ആയിട്ട് വരാം. ഗുഡ് ഡേ ഗൈസ്.